നമസ്കാരം. വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ധാർഷ്ട്യത്തിന് എല്ലാ തലങ്ങളിലും വില കൊടുക്കേണ്ടി വരും. 10 വർഷത്തിന് ശേഷമാണ് 99 ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ച് കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷ സ്ഥാനത്ത് വരുന്നത്. 2014-ലും 2019-ലും 54 സീറ്റുകൾ പോലും നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഏതൊരു പാർട്ടിക്കും പ്രതിപക്ഷമാകാൻ വേണ്ട മിനിമം യോഗ്യത അതാണ്. അതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിലും സീറ്റ് വിഭജനത്തിലും കോൺഗ്രസ് പാർട്ടിയെ സഖ്യകക്ഷികൾ പൂർണ്ണമായും അകറ്റി നിർത്തിയിരുന്നു. പഞ്ചാബിലും കേരളത്തിലും പശ്ചിമ ബംഗാളിലും ഈ പാർട്ടികൾ ഇന്ത്യൻ സഖ്യത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും സീറ്റ് വിഭജനത്തിന് കോൺഗ്രസ് പാർട്ടിയെ പരിഗണിച്ചിരുന്നില്ല. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഈ പാർട്ടികൾ സഖ്യകക്ഷികളാണെങ്കിലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും പരസ്പരമാണ് മത്സരിച്ചത്. മമതാ ബാനർജി തന്റെ സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റുകൾ പോലും പാർട്ടിക്കായി ഒഴിവാക്കിയില്ല. 2019-ൽ കോൺഗ്രസ് പാർട്ടി 2 ലോക്സഭാ സീറ്റുകൾ നേടിയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി ഈ സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടിയുമായി ചർച്ച നടത്താൻ പോലും തയ്യാറായില്ല. 17-ാം ലോക്സഭയിലെ കോൺഗ്രസ് നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൌധരിയെ എന്തു വില കൊടുത്തും പരാജയപ്പെടുത്തുമെന്ന് ഉറച്ച നിലപാടിലായിരുന്നു മമതാ ബാനർജി. അധീർ രഞ്ജൻ ചൌധരിയെ പരാജയപ്പെടുത്താൻ മമത രാഷ്ട്രീയമായി പുലബന്ധം പോലുമില്ലാത്ത ഒരു കായിക താരത്തെ നിർത്തി. സ്വന്തം സംസ്ഥാനമായ പശ്ചിമ ബംഗാളിൽ മാത്രമല്ല, അസം, മേഘാലയ സംസ്ഥാനങ്ങളിലും മമതാ ബാനർജി കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെയും സ്ഥാനാർത്ഥികളെ നിർത്തി. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്കോ രാഹുൽ ഗാന്ധിക്കോ തന്റെ ഭാഗത്തു നിന്നും യാതൊരു സപ്പോർട്ടും ഉണ്ടാകില്ല എന്ന് ഇത്തരം പ്രവർത്തികളിലൂടെ മമത തെളിയിക്കുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിക്കെതിരെ സ്വന്തം സ്ഥാനാർത്ഥിയെ തേടുകയായിരുന്നു മമതാ ബാനർജി. പാർലമെന്റിന് പുറത്ത് ഇന്ത്യൻ സഖ്യത്തെ നയിക്കാൻ ആഗ്രഹിച്ച മമത തന്റെ സംസ്ഥാനത്തിന് പുറത്തും തൃണമൂലിന്റെ പാർട്ടി അടിത്തറ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനു മുന്നോടിയായാണ് മേഘാലയയിലും അസമിലും ഇന്ത്യ സഖ്യത്തിനെതിരെ അവർ സ്വന്തമായി മത്സരിച്ചത്. ഈ നീക്കങ്ങളിലൂടെ ഹിന്ദി ബെൽറ്റിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ് മമത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.